ഞങ്ങളുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹോം ടൂർ ആണ്. മലപ്പുറം ജില്ലയിലെ കൂടലങ്ങാടിയിലെ കാരപ്പറമ്പ എന്ന സ്ഥലത്താണ് നൗഷാദ് അസ്മ ദമ്പതികളുടെ വീടാണിത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഈ വീട് 2000 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോവാളും പിന്നെ മുകളിലുള്ള ഇരുമ്പിന്റെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ഗ്ലാസും വെച്ച് ആ രണ്ട് സംഭവങ്ങളാണ് ഈ വീടിന്റെ തന്നെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ കാണുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക ആ രണ്ട് സംഭവങ്ങളെയാണ്. അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വീടിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പോർച്ച് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലോട്ട് പോകാം. ഗാർഡൻ പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാസ് ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഷോവാൾ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് ACP ഷീറ്റ് വെച്ചിട്ട് ചെയ്തതാണെന്ന്, കടകൾക്കൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് വാൾ ടൈലാണ്, ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗി തന്നെയാണ് കാണാൻ. അപ്പൊ ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെറിയ ബോക്സസ് ആയിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാതിൽ വന്നിട്ട് തേക്കാണ്. പിന്നെ ഇതിന്റെ വാതിൽ കട്ടില് മലേഷ്യൻ ഇരുളാണ്. അപ്പൊ ഇനി നമുക്ക് ഉള്ളിലോട്ട് പോകാം. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലിവിംഗ് റൂം ആണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു 8-9 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ ഉണ്ട്. പിന്നെ ഇവിടെ ജനല്, അവിടെ രണ്ട് ഭാഗത്തും ജനലുണ്ട്. അപ്പൊ ഇവിടുത്തെ എല്ലാ ജനൽ പൊളികളും തേക്കാണ്. പിന്നെ കട്ടിലുകളൊക്കെ മലേഷ്യൻ ഇരുളാട്ടോ. അപ്പൊ ഇവിടെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് 3 പെർഗോളുണ്ട്. ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നടുവിലായിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാമ്പും ഇങ്ങനെ ഹാങ് ചെയ്ത പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൈനിങ് ഹാളിലോട്ട് പോകുന്ന വഴിയിൽ ഇവിടെ ആർച്ച് പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 കർട്ടൻസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് ബേസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇതിന്റെ കബോർഡ്സ് ഒക്കെ വന്നിട്ട് മൾട്ടിവുഡ് ആണ്. കാണുമ്പോൾ ഒരു വുഡ് പോലെ തന്നെ തോന്നും. ഏകദേശം ഒരു 20,000 രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു സെറ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് ഒരു ഏകദേശം ഒരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റെയർസിന്റെ താഴെയായിട്ട് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻവെർട്ടറും ബാറ്ററി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആവട്ടോ. പിന്നെ ഇവിടെ ഡൈനിങ് ഹാളിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ടോട്ടൽ 4 ബെഡ്റൂം ആണ്. മുകളിൽ 2 താഴെ 2 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഇവിടെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ബെഡ്റൂം തന്നെയാണ്. 150 സ്ക്വയർ ഫീറ്റ് ആണ്. ഇവിടെ കട്ടില് നല്ല ഭംഗിയുള്ള കട്ടിൽ തന്നെയാണ്. 2 ഷെൽഫ് ഇവിടെ, 2 ഷെൽഫ് അവിടെ ഒക്കെ കൊടുത്തിട്ട്. പിന്നെ ഇവിടെയാണ് കബോർഡ്. അപ്പൊ ഈ കബോർഡില് 3 വലിയ ഡോറും പിന്നെ ഒരു ചെറിയ ഡോറും പിന്നെ ഒരു മിററും ആണുള്ളത്. പിന്നെ ഇതിന്റെ മുകളിൽ ബാത്റൂമിന്റെ ആവശ്യമില്ലാത്ത സ്പേസ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ നമുക്ക് താഴത്തെ അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. ഈ റൂമും അത്യാവശ്യം നല്ല സ്പേസ് തന്നെയുണ്ട്. 150 സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഈ റൂമും വരുന്നത്.
പിന്നെ കട്ടിൽ നല്ല വീതിയുള്ള കട്ടിലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ കട്ടിലിന്റെ ഈ ഭാഗത്തായിട്ട് കുറേ ബോക്സസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കബോർഡ് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ്. ഇവിടെയാണ് കബോർഡ് വരുന്നത്. ഒരു 3 ഡോറുകളുണ്ട്, കുറേ സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു ഔട്ട്ഡോർ ഫാനും പിന്നെ ഹീറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിന്റെ ടൈൽസ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ്. അപ്പൊ ഇനി നമുക്ക് കിച്ചണിലോട്ട് ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇവിടെ കിച്ചണിൽ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ, 2 ചെയറും പിന്നെ ഒരു ബെഞ്ചും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജും പിന്നെ ഇപ്പുറത്ത് ഒരു ഷെൽഫും ഉണ്ട്. താഴ്ഭാഗം മുഴുവനായിട്ടും ഡോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഷെൽഫ് ഉണ്ട്. താഴെ മേലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. വാളിലൊക്കെ 60% ടൈൽ തന്നെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈൽ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് വർക്ക് ഏരിയയിലോട്ട് പോകാം. അപ്പൊ വർക്ക് ഏരിയ ഇവിടെ പുറത്തേക്ക് ഇറക്കി കെട്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിന്റെ മുകളിലൊക്കെ ഓടാണ്. നമുക്കപ്പോ ചൂടൊക്കെ കുറഞ്ഞു കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഷെൽഫ് പോലെ ഇങ്ങനെ മുകളിലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിലും റാക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് വെച്ചിട്ട് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പുറത്തേക്ക് ഗ്രിൽസിന്റെ വാതിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്രിൽസിന്റെ തന്നെ ജനലൊക്കെയാണ് ഇവിടേക്ക് ഉള്ളത്. മുകളിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് സ്റ്റെയർസ് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ സ്റ്റെയർസിന്റെ ഹാൻഡിൽ സ്റ്റീലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബോളും ഉണ്ട്. ഇത് ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല, നല്ല ഭംഗി തന്നെ ഉണ്ട് ഈ ബോള്. പിന്നെ ഇവിടെ മരം വെച്ചിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഈ സ്റ്റീൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 40,000 രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. തന്നെയാണ്. പിന്നെ ഇതിന് ഏകദേശം 100 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർസ് ഇങ്ങനെ കയറി വരുമ്പോൾ മുകളിലായിട്ട് നല്ല ഫാൻസി ലാമ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹാളിൽ മൊത്തമായിട്ട് ഹാൻഡിൽ കവർ ചെയ്തിട്ടാണ് വരുന്നത്. ലാൻഡിങ്ങിലെ പിടുത്തവും ബോളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമാണ്. മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത്. നമുക്ക് കയറി വരുമ്പോ തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ കബോർഡ് ഉണ്ട്. പിന്നെ ഇവിടെ മിററും ഉണ്ട്. ബാത്റൂമിന്റെ സ്പേസ് ഇവിടെ ഇങ്ങനെ ഒരു അറയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ബെഡ്റൂമിലോട്ട് പോകാം. പിന്നെ ഇവിടെ ഈ റൂമിൽ 3 വിൻഡോ ആണുള്ളത്. പിന്നെ ഈ റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഈ റൂമും നല്ല സ്പേസ് ഉണ്ട്. 130 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. പിന്നെ ഇവിടെയാണ് വാർഡ്രോബ്. അപ്പൊ ഇനി നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാം. അപ്പൊ ഇവിടുത്തെ വാതിലും നമ്മുടെ ഫ്രണ്ടിലത്തെ വാതിലും സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ ഇരുമ്പിന്റെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന സ്പേസ് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറം കുറച്ച് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ ഗാർഡനിങ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതിന്റെ ഫില്ലർ ടൈല് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ അങ്ങനെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ്.
അതേപോലെ ഇങ്ങനെ ചുമരുമ്പ ചാരിന് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ബാക്ക് ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ട് ടൈല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തുണിയൊക്കെ അലക്കിടാൻ ഒക്കെ കുറേ സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാൻ സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മുകളിൽ സ്റ്റെയർസിന്റെ വ്യൂ നല്ല ഭംഗിയാണ്. വീടൊക്കെ കണ്ടു, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഈ വീടിന്റെ എഞ്ചിനീയർ ആരാണ്, പിന്നെ ആരൊക്കെയാണ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ഒക്കെ പറയും. ഇത് എഞ്ചിനീയർ നമ്മുടെ പാടത്ത് എന്ന് പറഞ്ഞ ഷാദിഖ് എന്ന് പറഞ്ഞ ഒരാളാണ് എഞ്ചിനീയർ. ഫസ്റ്റ് നമ്മള് എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത് തന്നിട്ടാണ്. അതിനനുസരിച്ച് നമ്മൾ ഓരോ സ്ട്രക്ചർ വർക്കുകൾ, അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ വർക്കുകൾ, പിന്നെ തേപ്പ് പണി, പിന്നെ അതുപോലെ ഫ്ലോറിങ്, അങ്ങനെ എല്ലാം നമ്മൾ തനിച്ചങ്ങനെ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. വീടിന്റെ പണി തുടങ്ങിയിട്ട് നമ്മൾ 2020 ജനുവരിയിൽ തുടങ്ങിയതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ 2 ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ സമയമൊക്കെ പോയി നമുക്ക് 1 വർഷം 8 മാസം കൊണ്ടാണ് നമുക്ക് പിന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. വലിയ ഫിനിഷിംഗ് പണിയാണ് പൂർത്തിയാക്കി ഇതിലേക്ക് താമസം മാറാൻ കഴിഞ്ഞ് അപ്പോഴാണ്. നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ബഡ്ജറ്റ് വിചാരിക്കൂല. അപ്പൊ ആ ബഡ്ജറ്റിൽ തന്നെ ഇതൊക്കെ ഒതുങ്ങിയോ? അല്ല, നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ചധികം ബഡ്ജറ്റ് കൂടി. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ കുറച്ച് വില ഇൻക്രീസായി. അതുപോലെ സിമെന്റ് നമ്മൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ 350 രൂപ, പിന്നെ 420 രൂപ, അങ്ങനെയൊക്കെ ആയി. അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് എമൗണ്ട് അവസാനം ഫിനിഷ് ചെയ്തപ്പോഴേക്ക് കുറച്ച് എമൗണ്ട് കൂടുതലായി. ഇപ്പൊ വീട്ടില് ഞാന്, എൻ്റെ വാപ്പ, ഉപ്പ, പിന്നെ അതുപോലെ തന്നെ ഭാര്യ, 2 മക്കളും ഇപ്പോൾ വരുന്നത്. ഇത് സ്ഥലം മൊത്തം 9 സെന്റാണ്. പിന്നെ അതില് ഒരു 6-7 സെന്റിന്റെ അടുത്ത് വീട് വെച്ച്, പിന്നെ ഫ്രണ്ടില് കുറച്ച് മുറ്റും, പിന്നെ അതുപോലെ തന്നെ ബാക്കില് റെസ്റ്റായിട്ട് വർക്ക് ഏരിയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. ടോട്ടല് വീട് 4 ബെഡ്റൂമാണ്. പിന്നെ അതില് 4 ബെഡ്റൂം എല്ലാം 150 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലുള്ള ബെഡ്റൂമാണ് 4. പിന്നെ അതിൽ 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു ലിവിംഗ് റൂം, അതൊക്കെയാണ്. പിന്നെ നമ്മള് ഫർണിച്ചറുകൾ, കാര്യങ്ങൾ, പിന്നെ ജനല്, വാതിലുകളെല്ലാം വീട്ടിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ഫ്ലോർ വന്നിട്ട് ഗ്രാനൈറ്റ് ആണ്. അന്ന് ഗ്രാനൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒരു 100 രൂപയൊക്കെയാണ് സ്ക്വയർ ഫീറ്റ്. 100 രൂപ ഇവിടെ സാധനം എത്തി. ഇപ്പൊ അതിനൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുണ്ടാവും. പിന്നെ പെയിന്റിംഗ് ഒക്കെ നമ്മൾ വന്നിട്ട് എല്ലാം പുട്ടിയിട്ട് തന്നെ ചെയ്തത്. 2 കൂട്ടർ പുട്ടിയിട്ട് നല്ല ഇതിൽ തന്നെ നമ്മൾ ചെയ്തത്. പിന്നെ സ്റ്റെയർ കേസ് നമ്മൾ വന്നിട്ട് സ്റ്റീലിന്റെ ചെയ്തത്. അത് പിന്നെ ഏകദേശം 40 രൂപകളായി. പിന്നെ മേലെ വന്നിട്ട് നമ്മൾ സ്ക്വയർ ട്യൂബ് ബോർഡ്, സിറ്റ് ഔട്ടിന്റെ ഔട്ട് സൈഡ് വന്നിട്ട് ഗ്ലാസ് ഇട്ടു. സ്ക്വയർ ട്യൂബ് ബോർഡ് ഇത് വെച്ചിട്ട് അങ്ങനെ മേലെ ഗ്ലാസ് ഇട്ടാണ് ചെയ്തത്. പിന്നെ സ്വിച്ച്, ഇലക്ട്രിക്കൽ ഇത് സ്വിച്ചുകൾ, ലൈറ്റുകളൊക്കെ നമ്മളെ ഷോപ്പ് തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റുകളൊക്കെ ജസ്റ്റ് നല്ല, പിന്നെ ഓഫീസ് ടോയ്ലറ്റുകൾ ഒക്കെ നമ്മൾ അതൊക്കെ ഇവിടുന്ന് നാട്ടിൽ തന്നെ നല്ല എടുത്തത്. പിന്നെ അതൊക്കെ ഒരു 5000 രൂപ ബഡ്ജറ്റ് തൊട്ടൊക്കെ ക്ലോസറ്റ് ഉണ്ട്. നമ്മളൊരു 8000-10,000 രൂപ ബഡ്ജറ്റുള്ള ക്ലോസറ്റ് തന്നെയാണ് എടുത്തത്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം ക്ലോസറ്റുകൾ. വാഷ് ബേസിന് അതിന്റെ വുഡ് മൾട്ടി വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുഡാണ്. വെള്ളം തട്ടിക്കഴിഞ്ഞാലും അത്ര പെട്ടെന്നൊന്നും ആവില്ല. പിന്നെ അത് റെഡിമെയ്ഡ് ആണ്. അതിന് മേലുള്ള വാഷ് ബേസിന് വെച്ചിട്ട് പിന്നെ വരുന്ന സെറ്റാണ് അങ്ങനെ വാങ്ങിക്കുന്നതാണ്. അതിന് ഏകദേശം 20 രൂപ, 22 രൂപയോളം വില വരുന്നുണ്ട്. തമിഴൊക്കെ കുറേശ്ശൊക്കെ അറിയും. പിന്നെ ഗുഡല്ലൂർ 9 വർഷമായി തുടങ്ങിയിട്ട്. പിന്നെ ഗുഡല്ലൂർ എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ കഴിഞ്ഞിട്ട് ഊട്ടിക്ക് പോകുന്ന വഴിയാണ് ഗുഡല്ലൂർ.
കൂടുതലുള്ള എല്ലാവർക്കും അറിയും. അവിടെ തന്നെയാണ് നമ്മുടെ ഷോപ്പ്. പിന്നെ ഇതിന്റെ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഫിക്സ് സാധനങ്ങളൊക്കെ കബോർഡ് പീസിനൊക്കെ നമ്മളെ ഷോപ്പിലുണ്ട്. അവിടെ തന്നെയാണ് അതൊക്കെ എടുത്തത്. കൊള്ളുന്നത് അവിടെ തന്നെയാണ് കൊള്ളുന്നത്. പിന്നെ അതിന്റെ ബാക്കി ഫ്ലോർ പിന്നെ നമ്മുടെ ഗ്രാനൈറ്റ് വന്നിട്ട് നമ്മളെ കൂടുതലുള്ള ആയതുകൊണ്ട് ഗുണ്ടൽപേട്ട നല്ലൊരു സെലക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ടാണ് സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കുക ചെയ്തത്. ഞാനതിന്റെ ദർശനം പോയി അങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുക ചെയ്തത്. വീടിന്റെ ടോട്ടൽ എമൗണ്ട് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ശരിക്കുമ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു മൊത്തം ഫിനിഷിങ് കഴിയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ വെച്ച് ആയിട്ടുണ്ട്. പിന്നെ അത് തന്നെ നമ്മൾ ഇലക്ട്രിക്കലായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോപ്പിലോട്ട് കൊണ്ടുവന്നാണ്. പിന്നെ നമ്മൾ ഈ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യിക്കുന്നു. കൺസ്ട്രക്ഷൻ വർക്ക് കോൺട്രാക്ടറാണ് ചെയ്തത്. എഞ്ചിനീയർ ഡിസൈൻ ചെയ്തതിന് ശേഷം അങ്ങനെ കോൺട്രാക്ടറാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് ഇപ്പൊ ചില സമയത്തും പല വിലയാവും സിമെന്റിന്. കമ്പിക്കും ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അന്ന് ഇന്നത്തെ അത്ര റേറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ എടുത്തിട്ട് അവർ ആവശ്യപ്പെടുമ്പോൾ വർക്കേഴ്സ് ആവശ്യപ്പെടുമ്പോൾ അവർ വരുമ്പോൾ ആ സാധനങ്ങൾ അങ്ങനെ എടുത്തു കൊടുക്കുകയും ചെയ്തത്. ഫുഡുകളെല്ലാം അങ്ങനെ തന്നെ മരം, പിന്നെ വാതിൽ കട്ടില, ജനാല്, ഇതൊക്കെ നമ്മളന്നെ പോയി എടുത്ത് അങ്ങനെ അവിടുന്ന് ചെയ്തു തരികയും ചെയ്തു. അപ്പൊ അതിന്റെ ഓരോന്നും വേറെ കണക്കായിട്ട് അങ്ങനെ വന്നത്. വീടുകളൊന്നും ലോ ബഡ്ജറ്റ് പ്ലേസ് അല്ല, അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വീട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പാർട്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അങ്ങനത്തെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ വീടുകൾ തന്നെയാണ് വീഡിയോ എടുക്കാറുള്ളത്. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.